Hello, 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 hello. On. Sorry. Okay, we will work with them. അങ്ങനെ നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു. ഇതവണ വെക്കാം. വെക്കാം. ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. വരെ വൃത്തി. ഇനി നമുക്ക് നമ്മുടെ പണി ചെയ്യാം. നമ്മുടെ പണി എന്തെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു കാര്യം കാണിച്ചു. ഈ സാധനത്തിന് പവർ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പവർ കൊടുക്കുക. പവറേഷ് പവറേഷ് ഓക്കേ, വീണ്ടും നമ്മൾ വീണ്ടും വരുന്നു. ലളിതമായ അവസ്ഥ. ഇതും വേണോ? മഴ പെയ്താൽ ഇതെന്താണ് വീട്? പറയുന്നുണ്ട്. അത് പറക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ചെടുക്കാം. ഇല്ല, ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം. A few moments later. ഹലോ, പോയോ? പോകരുത്, പോയില്ല. മക്കളെ, നമ്മൾ തിരുമ്പി വന്നു. മലയാളി കേട്ടോ, തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴൊക്കെ പറയേണ്ടി വരും. കഷ്ടപ്പാടാണേ, കഷ്ടപ്പാട്. എന്താ പറയാന്? എത്ര നല്ല നമ്മള് കുറച്ച് ക്യാമറ പണി ചെയ്തിരിക്കുന്നു. ക്യാമറ നല്ല ക്യാമറ ഫോണായിരുന്നു തട്ടി കൊണ്ടേ. കോബിൾ സ്റ്റോണ്, കല്ല് ഈ സാധനം നീ ഇട്ടോ. ഇത് ഇങ്ങനെ പറ്റും. ഞാൻ ബസോൾട്ട് മൊത്തവും ഇവിടെ പറിച്ചിരിക്കാം. ആൻഡസൈറ്റ് ആവശ്യം വരും. ഞാൻ നോക്കി. ക്രിയേറ്റ് മോഡുണ്ട്. ക്രിയേറ്റ് മോഡ് ഒരു പവർ സാധനമാണ് മച്ചാനെ. അടേറ് പൊളി സാധനം. അറിയത്തില്ലല്ലോ. കാണിക്കാം. ഇനി നമ്മൾ എന്താണ് പരിപാടി എന്ന് മകനെ ചോദിച്ചാൽ മരം നടുണ്ടല്ലോ. പറയും. ഓ, നമ്പർ ഇത് നമ്മൾ എത്ര വേണം? 3x3 ഉണ്ടാക്കാം. ഇപ്പൊ 9 അത് ഒന്നായില്ലേ? 2 3 4 5 6 7 8 9. ഇത് ഇത് മാക്സിമം എത്രത്തോളം പറ്റും? അത്രത്തോളം. ഈ സാധനം വെച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യും. അങ്ങനെയാണെന്ന് എനിക്കറിയാം. 1 2 ഇവിടെ പണിയാണ് മോനെ. അതിനകത്ത് വെക്കുന്ന സാധനം മൊത്തം പറയാം. എക്സ്പീരിയൻസ് ഉണ്ട്, വരികണ്ട. ഇതിനകത്ത് ഇടാനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് മറ്റേ സ്പ്രിങ് പണി. 9 എണ്ണത്തിന് എത്ര വേണം? 1 2 3 4 5 6 8 9. കണക്കറി അങ്ങനെ ഉള്ളത് പറ്റും. 9 എണ്ണം ആകുന്നു, 9 എണ്ണം വരുന്നു, 9 എണ്ണം ഇങ്ങനെ ക്ലാസ്.
ഫിനിഷ്. ഇനി നമുക്കൊരു പരിപാടിയുണ്ട്. ആ കിട്ടിയ കോബിൾ സ്റ്റോൺ ക്രസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ വിചാരിക്കുന്ന ക്രസ്റ്റ് അല്ല. നിങ്ങൾ എന്ത് വിചാരിക്കും? നമുക്ക് ഹാമർ തന്നെ സാധനം. ഇത് എനിക്ക് ഇങ്ങനെ ആണെന്ന് തോന്നുന്നു. ആണോ? ഹാമർ അല്ലല്ല. ഹാമർ. ഈ ഹാമർ. അത് തന്നെ. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ കിച്ചണിന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ഒരു സാധനം കാണിച്ചു തരാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഒരു ഒരു വാല് വെച്ച് കൊടുത്താൽ കിച്ചണിന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ആയി. വളരെ എളുപ്പമുള്ള സാധനം. ഉള്ളൂ, കാര്യം കഴിഞ്ഞു. മൈക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാനും പറ്റും. ഇത് ഇത് മിക്കവാറും ഞാൻ ഇത് താവോന്ന് എനിക്ക് തോന്നിയത്. അത്ര മതിയായിരിക്കുമല്ലോ. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം. അത് ഞാൻ എന്തോ ഭാഗ്യത്തിനെ മൊത്തം പോയില്ല. 2 സ്റ്റാഫ് ദ്രാവതി കിട്ടി മകനെ. വെള്ളത്തിൽ ക്ലോസ് ചെയ്ത്. ഹലോ ഹലോ ഗൈസ്, ഹലോ ഗൈസ്. റെക്കോർഡ് ഉണ്ടാക്കി. ഇത് രാവിലെ പറയല്ലേ, കൊട്ടാരൊന്നുമല്ല, ഐലൻഡ് ആണ്. അടിയിൽ കുഴിയാ. ആണ്ട കുഴി ഒന്നുമില്ല. F5 ആണ്ട കുഴി ഒന്നുമില്ല. അത് പറക്കുന്ന പറക്കുന്ന ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ. പറക്കുന്ന ഒരു ഐലൻഡ്. ആ ഐലൻഡിൽ പണി ഇത്ര ആക്കൂല്ലേ, വലുതാക്കാൻ. അടി ഈ അതിന്റെ അടിയിലാ. ഇതിന്റെ അടി കുഴിയാ. മറ്റേ പറക്കുന്ന ഐലൻഡ് ഇല്ല, ആകാശത്ത് ഇച്ചിരി ഒരു ഐലൻഡ് ആണല്ലോ അത്. ഈ മണ്ണും സാധനങ്ങളൊക്കെ മാത്രം ഉള്ളായിരുന്നു. പിന്നെ നമ്മള് ബാക്കി പണിഞ്ഞ് പാടല്ലേ. ഈ മണ്ണ് നമ്മള് കുനിഞ്ഞു നിന്നിട്ട് അല്ല, നമ്മൾ ഞെക്കുമ്പം അതിനകത്ത് നമ്മൾ കല്ലിളക്കിയെടുക്കണം. അങ്ങനെ നമ്മള് 4 കല്ല് ഒരു വലിയ കട്ടയാണ്. ഒരു സിമെന്റ് കട്ട. പിന്നെ സിമെന്റ് കട്ട ഞാൻ ഈ ഹാമർ കൊണ്ട് പൊടിച്ചു കഴിഞ്ഞാൽ കല്ലുപൊടിയാവും, മെറ്റലാവും. മെറ്റല് പിന്നെ നമ്മള് അരിച്ചെടുക്കും. മെറ്റൽ അരിക്കുമ്പോ എന്ത് കിട്ടും? കല്ലിന്റെ പൊടി അരിക്കുമ്പോ നിനക്ക് എന്തോ കിട്ടുന്നത്? മണല്, പിന്നെ ചിലപ്പോ സ്വർണം അല്ലേ, ഗോൾഡ് ഓർ ഇരുമ്പിൻ്റെത്, എല്ലാത്തിനും ഇച്ചിരിച്ചിരിച്ചായിട്ട് കിട്ടും. ലാഭമില്ലേ? ഇതിങ്ങനെ കുറെ നേരം ഇരുന്ന് എല്ലാം കൂടെ ചെയ്യണം. ഗോൾഡ് കോയിൻ അല്ല, ഗോൾഡ് ഓറെന്ന് പറയുമ്പോ മറ്റേ നമ്മള് പൊളിക്കത്തില്ലേ, കല്ല് പൊളിക്കൂലേ, അങ്ങനെ. അത് മറ്റേ ഗോൾഡ് പൊടി കിട്ടത്തില്ലേ മണലരിക്കുമ്പോ? അരിക്കൂലേ, കടലിലെ മണലറിഞ്ഞ്. എന്നോട് മുടി വെട്ടണ്ട. അല്ല റെക്കോർഡ്. ചന്ദൻ നീ ഒരു സ്നേഹം നിറഞ്ഞവനായ പോയല്ലോടാ. ഞങ്ങൾക്ക് നല്ല ഒരു നല്ല പേരുണ്ടായിരിക്കും നോക്കട്ടെ.
പെരയാ പെര. ഈ ഒന്നുമില്ലായ്മയില് അപ്പുറത്ത് കുഴിയാ. അപ്പുറത്ത് കുഴി വെട്ടിയിട്ട് സിമന്റ് ഇട്ടിട്ട് വേറെ പെര ഉണ്ടാക്കി നീ പിന്നെ കുഴിയാ നീ ഇതെങ്ങനെ ഉണ്ടാക്കി അങ്ങനെ അപ്പുറത്ത് ഉണ്ടാക്കി കൂടെ ഉണ്ടാക്കുന്നതിന് വേണമെന്നില്ല നമുക്ക്. അങ്ങോട്ട് പോലെ അങ്ങോട്ട് അടുത്ത് കല്ലിട്ട അവിടെ കല്ലിടോ നോക്കട്ടെ അങ്ങനെയുള്ളൊക്കെ അവിടെ കുടിയിൽ കല്ലിടും കല്ല് വേണം, തടി വെച്ചപ്പോ. അവിടെ അങ്ങനെ അപ്പുറത്ത് പെര ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അവിടെ വീട്ടിൽ 1 2 3 4 5 5 മതി. അപ്പൊ എനിക്ക് അപ്പൊ ആ താഴത്തിന് വീഴൂല. ഞാൻ ഇവിടെ സൈഡിൽ നിൽക്കുവല്ലേ, തറ വീഴാത്ത. തറ വീഴുവോ പോയാല്? ഞാൻ കുനിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഈ അറ്റത്ത് വീഴാതെ ഇങ്ങനെ എത്തി വെക്കാം. കുനിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ സൈഡിലോട്ട് പോകണമെങ്കിൽ ഞാൻ തറ വീഴും. പറയാൻ നിൽക്കും എനിക്ക് എന്റെ കയ്യിലുള്ളത് എനിക്കറിയാം നീ ചോദിക്കുന്നു. നിങ്ങൾ അങ്ങനെ വന്നേ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കെട്ടും. ഒന്നുമില്ല, ചാടുന്നു. അള്ളാഹു അക്ബർ. അപ്പൊ ഇങ്ങനെ ആണിനെ കുറിച്ചാണെങ്കിൽ ഞാൻ തിരിച്ചവിടെ തന്നെ കുഴിയാടാ. ആടാ അതാ എന്റെ ഡെഡ് ബോഡി. RIP. സ്വന്തം പെരയില് മറവും സ്വിമ്മിംഗ് പൂളിലാക്കണം. സ്വിമ്മിംഗ് പൂളാ വെള്ളം ഇല്ലാത്ത എന്റെ ഞാൻ വെള്ളം ഇനി ഉണ്ടാക്കണം. വെള്ളം ഇല്ലല്ല, വെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാ നമ്മള് ഇവിടെ 2-3 ഞാൻ ട്രേറ്റ് ഉണ്ടാക്കി തരുന്നുണ്ടോ. ട്രേയല്ല, ബാരൽ. അത് ഞാൻ അത് മണ്ണാണ്. അല്ല, പുല്ലും പച്ചയും കാര്യ സാധനങ്ങളെല്ലാം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സാധനം ഇത്. വെള്ളമല്ല, മണ്ണ് കിട്ടും. വെള്ളം അറിയത്തില്ല. ഹലോ, വണക്കം മക്കളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് കാര്യങ്ങളാ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഇന്നലെ വഴി വെച്ച് നിർത്തിയിട്ട് പോയതാണ്, വയ്യായിരുന്നു, കത്തി. ഇപ്പോൾ നമ്മൾ വീണ്ടും വരുന്നു, വീണ്ടും തുടങ്ങുന്നു. ജീവിതമില്ലേ, പൊയ്ക്കൊണ്ടിരിക്കണം. എന്തോ തുടർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമെന്നേ. ഹലോ, തുടങ്ങി. വന്നു ഞാന്, വന്നു മകന്, വന്നല്ലോ വനമാല, വന്നു ഞാൻ. ഇത് കഴിഞ്ഞ നമ്മള് ഗ്രാവല് മൊത്തം അങ്ങ് പൊടിച്ചായിരുന്നല്ലോ. ഗ്രാവല് പൊടിച്ച് സിവ് ചെയ്തെടുത്തപ്പം കുറച്ച് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ അത് നോക്കണ്ട, അതൊന്നുമില്ല. ഇതിനെ മണ്ടേ തന്നെ വെക്കണമെന്നില്ല, പിന്നെ സ്ഥലമില്ല, ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഈ സാധനം ഉണ്ടല്ലോ, സ്റ്റോൺ 1. ഇതിനെ പ്രത്യേകം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള് സ്ക്രോൾ ചെയ്യുമ്പോഴേ അതില് കുറെ സെറ്റിങ്സും പറയും. ഇതിങ്ങനെ ചെയ്യുന്നു, ചത്തില്ല. ഇങ്ങനെ ചെയ്യുന്നു, വീണ്ടും ചത്തില്ല. ആണിപ്പോ നമുക്ക് കുറെ ഗ്രാവല് കിട്ടിയിട്ടില്ലേ. ഗ്രാവല് ഇതിന്റെ നേരെ നടുക്കൊന്ന് സിവ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണ്. സിവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് നിന്നുള്ള അയണ്ട സാധനമാണ്. ആ കല്ലും ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം കാണിച്ചിടാം. സിവിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? സിവിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കണ്ണു കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വലുതാക്കി തരാം അല്ലേ. ചെയ്യാം.
അങ്ങനെ വറുത്ത് നോക്കാറ്. അല്ല, കണ്ടിട്ടുണ്ടല്ലേ. വലിപ്പം എങ്ങനെയായിരുന്നു? GS 3x അപ്ലൈ ഡൺ. ഓക്കെ ഓക്കെ മകനെ. ടിവിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളാണോ സ്പ്രിങ് മെസ്സിൽ മണ്ണില്ല, ഗ്രാവലില്ല. ഡീപ് പ്ലേറ്റ് ഡീപ് പ്ലേറ്റ് ഒന്നും കിട്ടുമോ? ഡസ്റ്റ് ഉണ്ടോ? ഡസ്റ്റ് നമ്മളിപ്പം ഡീപ് പ്ലേറ്റ് എക്സാമ്പിൾ ഗ്രാവലിന് വരെ എടുക്കാം. സ്പ്രിങ് മെസ്സിൽ അയൺ കിട്ടാനുള്ള ചാൻസ് എത്ര? 12. ഫ്ലിന്റ് മെസ്സിൽ അയണ് 13. അയൺ മെസ്സിൽ 15%. ശതമാനം കൂടി കൂടി വരും. വ്യത്യാസമുണ്ട്. ഈ ശതമാനം കൂടുന്തോറും ഉണ്ട് ഡയമണ്ട് 18%. അതേ നമുക്ക് ഡയമണ്ട് ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ 18%, 20%ഓളം ഈ സാധനം കിട്ടും, അയൺ കിട്ടും. നമുക്ക് അയണല്ലേ അത്യാവശ്യം. ഈ സ്പ്രിങ് മെഷിനെ ഫ്ലിന്റ് മെഷാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വളരെ എളുപ്പമാണ്. ഈ ഫ്ലിന്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഫ്ലിന്റ് കിട്ടാനും പരിപാടി കിട്ടി മകനെ. ഒന്നുകൂടെ നോക്കട്ടെ, വേറെ വല്ല വഴിയുണ്ടോ കുറെ ഫ്ലിന്റ് കിട്ടാനായിട്ട്? പോടാ, രാവിലെ 25%, 12% ശതമാന പരിപാടികളാണ്. ചെയ്യണോന്ന് ചോദിച്ചാൽ നമുക്ക് മെഷ് സാധനം ഉണ്ടാക്കാം. ഇതാണ് നമ്മളെ മെയിൻ പരിപാടിയല്ലേ ഇവിടെ ആയിരിക്കണം. കുറച്ച് തടിയെടുത്ത് കുറച്ചെടുത്ത് അങ്ങനെയായിരുന്നു മെഷ് പിക്കും. ഗ്രാഫ് ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷിയേഴ്സ് എന്ന് പറഞ്ഞ എന്താണെന്നറിയാം? ഈ സാധനമാണ്. അതിന് അയൺ വേണമല്ലോ. അയൺ ഇല്ലാതെ വുഡൻ ഷിയേഴ്സ് ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഫ്ലിന്റ് ഷിയേഴ്സ്. ഫ്ലിന്റ് ഷിയേഴ്സ് നമുക്ക് 2 സാധനങ്ങൾ വേണം. ഒന്ന് കിട്ടി. അവരുടെ അമ്മയുടെ കാര്യം വെയിറ്റ്. കിട്ടിയല്ല മകനെ. നമ്മളൊരു ഷിയർ എടുത്തിട്ട് ഇവിടെ മതി ഇപ്പൊ തൽക്കാലത്തേക്ക്. അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നല്ലേ? ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ശരി, എന്നാ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.